മൈസെൽഫ് സി എ ആഷിഫ്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും +1 +2 കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളുണ്ട്, അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ്, എത്ര സാലറി കിട്ടും അല്ലേ, ദെൻ കോഴ്സ് റൂട്ട് എങ്ങനെയാണ്, സിലബസ് എങ്ങനെയാണ്, ഞാൻ എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇതൊക്കെ അറിയണമെന്നുണ്ടാവില്ലേ. അതിനുള്ള ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ ഇതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടാവില്ല. ഞാൻ നിങ്ങളെ ഒരു സൈറ്റിലോട്ട് കൊണ്ടുപോവാണ്. അവിടെ നിങ്ങൾക്ക് ഇത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ കണ്ടു, ഞാനിവിടെ triplyca.com എന്നിട്ടുള്ള ഒരു വെബ്സൈറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഫോണിൽ നിങ്ങളതൊന്ന് അടിച്ച് നോക്കണം. triplyca.com എന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം. സോ നിങ്ങൾക്ക് ഈ ഒരു ഇത് കിട്ടും. അപ്പോൾ ട്രിപ്ലൈ കൊമേഴ്സ് അക്കാഡമി, സി എന്ന് പറഞ്ഞാൽ ട്രിപ്ലൈ സി എ കൊമേഴ്സ് അക്കാഡമി, ബെസ്റ്റ് CA CMA SCC ആൻഡ് CS കോച്ചിങ്. സോ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്ലൈയുടെ വെബ്സൈറ്റിലോട്ട് എത്തും. ഈ ട്രിപ്ലൈയുടെ വെബ്സൈറ്റിൽ ഈ ഒരു വിൻഡോയിലോട്ട് പോകും. അതിൽ ഹോം ഉണ്ട്, കോഴ്സസ് ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, സൈനപ്പ് ഉണ്ട്. സോ നമുക്ക് വ്യൂ കോഴ്സസ് എന്നാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണാം കോഴ്സസ്, CA ഉണ്ട്, CMA ഉണ്ട്, CS ഉണ്ട്, ACC ഉണ്ട്, CMAOs ഉണ്ട് അല്ലേ. പിന്നെ ഒരു ബാച്ച് ഫൈൻഡർ ഉണ്ട്, നമുക്ക് ബാച്ച് ഏതൊക്കെ ഉണ്ടെന്ന് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. റെഫറൻഡ് ഉണ്ട്, ദെൻ CCAT സ്കോളർഷിപ്പ് ഉണ്ട്, അതിലോട്ട് ഞാൻ വരാം. ദെൻ കമ്പയർ എന്നുള്ളൊരു ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളത് CAയിലാണ്. CA കുറിച്ചുള്ള ഓവർവ്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോഴ്സ് റൂട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് കോഴ്സ് റൂട്ടിലോട്ട് പോകും. ഇവിടെ നിങ്ങൾക്ക് +2 പാസ് ഔട്ട് ഇയർ 2025 അല്ലെങ്കിൽ 26 കൊടുത്താൽ നിങ്ങൾ +2 പാസ് ഔട്ട് മുതൽ ക്വാളിഫൈഡ് CA ആകുന്നത് വരെയുള്ള ഒരു ടൈം അല്ലേ, ആ ഒരു ടൈം ലൈൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 2025 കൊടുത്താൽ അതിനനുസരിച്ച് ഇത് മാറും. സിലബസ് ഏതൊക്കെയാണ്, ദെൻ സിലബസിൽ തന്നെ അതിൻ്റെ ചാപ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരേ ഒരു സ്ഥലത്ത് ഒരു ക്ലിക്കിൽ നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. നിങ്ങൾ ഈ ഒരു സൈറ്റിൽ പോയിട്ട് ഇത് കാണണം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. കോഴ്സ് രജിസ്ട്രേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. എക്സാം രജിസ്ട്രേഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വളരെ കൃത്യമായിട്ട് ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഫൈനലൊക്കെ ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ഫൗണ്ടേഷൻ, ഇപ്പോൾ ഇൻ്റർമീഡിയറ്റിൻ്റെ കിട്ടും, ഫൈനലിൻ്റെ കിട്ടും. സോ CA ഫൗണ്ടേഷൻ, അതുപോലെ അതുമായി ബന്ധപ്പെട്ട കോഴ്സ് ഓവർവ്യൂവിലോട്ട് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ എത്ര വർഷമായിട്ട് ഈ കോഴ്സ് ഉണ്ട് എന്നുള്ളതും, ആരാണ് ഈ കോഴ്സ് നടത്തുന്നുള്ളതും അല്ലെ, ICA ആണ് ഇത് നടത്തുന്നത് എന്നുള്ളത്, എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട്, എത്രത്തോളം ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് ഉണ്ട്, എത്ര കൺട്രീസിൽ ഇതുണ്ട്, ഇന്ത്യയിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട്, എത്ര വർഷം ഇതിനെടുക്കും, എത്ര പേപ്പേഴ്സ് ഉണ്ട്, എക്സാംസിൻ്റെ അറ്റംപ്റ്റ് ഏതൊക്കെയാണ്, സാലറി എങ്ങനെയാണ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് അല്ലേ, ഇന്ത്യയിലെ പ്രസൻസും, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക ഇവിടെയൊക്കെ ഉള്ള പ്രസൻസും കാര്യങ്ങളും എല്ലാം ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സൈറ്റിലൊന്ന് പോയിട്ട് ഇതൊന്ന് എന്താ ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ CMA ഇന്ത്യ ഉണ്ട്. CMA ഇന്ത്യ ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കാര്യവും ഇവിടെ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് സെയിംസ് ആണ് തന്നെ, ഓവർവ്യൂ, കോഴ്സ് റൂട്ട്, സിലബസ്, കോഴ്സ് രജിസ്ട്രേഷൻ, എക്സാം രജിസ്ട്രേഷൻ, ഇതെല്ലാം CMA CAT, CMA ഇന്ത് അല്ലേ, ഫൈനൽ, CMA ഇൻ്റർമീഡിയറ്റ്, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CA, CMA ഉണ്ട്. ഇനി CS ആണെങ്കിൽ CS ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇതേ കാര്യം കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഇയേഴ്സ് മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ സെയിം സംഭവങ്ങൾ എല്ലായിടത്തുമായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, triplyca.com എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിൽ ഒന്ന് കയറിയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ACCയുടെ ഉണ്ട്. ACCയുടെ തന്നെ ACCA + BCom എങ്ങനെയാണ്, ACCA + MBA എങ്ങനെയാണ്, എല്ലാ ഡീറ്റെയിൽസും അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് അല്ലേ, ഇവിടെ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. CMAOs ആണെങ്കിലുണ്ട്. ദെൻ താഴോട്ട് വന്നാണ്ട് ഒരു CCAT സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രിപ്ലൈ സ്കോളർഷിപ്പ് നൽകുന്നുണ്ട് ഈ കോഴ്സുകൾ ചെയ്യുമ്പോൾ. ഏകദേശം 2 കോടിയുടെ സ്കോളർഷിപ്പ്, ഏകദേശം പെർ സ്റ്റുഡൻറ്റിന് 1 lakh വെച്ചിട്ട് ഒരു കൃത്യമായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ആ ഒരു എക്സാംസ് നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ സ്കോളർഷിപ്പും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്കൊക്കെ ഉണ്ടായിരിക്കുന്നൊരു ഡൗട്ടായിരിക്കും, ഞാൻ CA പഠിക്കണോ, CMA പോകണോ, CS പോകണോ, ACC ഒക്കെ പോകണോ? സോ ഇവിടെ കമ്പയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കമ്പയർ എന്നുള്ള ഓപ്ഷനിൽ ഓരോ കോഴ്സിൻ്റെയും കാര്യം നിങ്ങൾക്ക് ഒറ്റ ഒരു ക്ലിക്കിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. CA, CMA ഇന്ത്, CS, ACCA, CMAOs പുറത്ത് എല്ലാ കോഴ്സിനും ഇതിൻ്റെ റെഗുലേറ്റിംഗ് ബോഡി ഏതാണ്, എന്നാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ്, എത്ര വർഷമായിട്ട് ഇതിൻ്റെ ഇത്
ഇയർ ഓഫ് എക്സലൻസ് എത്ര വർഷമായിട്ടുണ്ട്, എത്ര കൺട്രീസിലുണ്ട്, ഇന്ത്യയിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ട്, എത്രത്തോളം മെമ്പേഴ്സ് ഉണ്ട്, എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട്, എന്ത് സ്കിൽ സെറ്റാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ളത്, തിയറി പേപ്പർ എത്രത്തോളം ഉണ്ട്, പ്രോബ്ലം പേപ്പർ എത്രത്തോളം ഉണ്ട്, ക്വാളിഫിക്കേഷൻസ് ഓരോന്നും ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, ഓരോ ലെവലിലെയും കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം എവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഈ കമ്പയർ എന്നുള്ള ഓപ്ഷൻസിൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളായുള്ള CA, CMA, CS, ACCA കോഴ്സുകളെ കുറിച്ചൊക്കെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല, നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, സ്വയം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ +1 പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴേ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിൻ്റെ രീതി ഒന്ന് മാറും, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടെ സിമ്പിളാവും, നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ സിമ്പിളാവും. കാരണം നമ്മൾ വൈ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. കാരണം ക്ലാസ് എടുക്കുന്നവർക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അവർ ശരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടിക്കൽ സിനാരിയോ തന്നെ എടുത്തു തരും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ +1, +2 പഠനം വളരെ ഈസി ആയിരിക്കും. +1, +2 ഇപ്പോൾ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ് പോലത്തെ സബ്ജക്റ്റുകൾ, എക്കണോമിക്സ്, അതുപോലെ മാത്തമാറ്റിക്സ് ഒക്കെ പോലത്തെ സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിക്കുമ്പോൾ അത് കുറച്ചും കൂടെ എന്ത് ചെയ്യും, പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, റോട്ട് ലേണിംഗ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരില്ല. അതാണ് ഒരു ബെനിഫിറ്റ്. 2, നിങ്ങൾക്ക് ഏർലി സ്റ്റാർട്ടാണ് അല്ലേ. നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് ഒരാൾ ഡിസിഷൻ എടുക്കുമ്പോൾ ഇതിൻ്റെ എക്സാംസ് ചെയ്യുന്നതും മിനിമം ഒരു 6 to 7 months നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും അല്ലേ. നിങ്ങളുടെ കരിയറിൽ ഒരു 6 to 7 months നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ബെനിഫിറ്റും ശരിക്കും നിങ്ങൾക്കുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഇതിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ +2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആൾറെഡി രജിസ്റ്റർ ചെയ്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് മെയിൽ എക്സാം എഴുതാം. അതായത് നിങ്ങളുടെ ബോർഡ് എക്സാം കഴിഞ്ഞ് ഉടനെ നിങ്ങൾക്ക് എക്സാം എഴുതാം അല്ലേ. ഇനി ഇപ്പോഴേ നിങ്ങൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബറിൽ എക്സാം എഴുതാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം പഠിച്ച് തീരാനുള്ളൊരു സമയമുണ്ടല്ലോ. കാരണം നിങ്ങൾ കുറച്ച് വൈകിട്ട് സ്റ്റാർട്ട് ചെയ്താലുള്ള കാര്യം നിങ്ങൾക്ക് ജാനിലെ പിന്നെ എക്സാം എഴുതാൻ പറ്റും. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാൻ, റിസൾട്ട് വരുമ്പോൾ ഒരു ഫെബ്രുവരി, അഗെയിൻ ഒരു 5 to 6 months നമ്മൾ ബിഹൈൻഡ് അവർ ഫ്രണ്ട്സ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇതുകൊണ്ട് നിങ്ങളുടെ +1, +2 പഠനത്തിന് ഹെൽപ്പേ ആകുള്ളൂ, ഒരിക്കലും ബുദ്ധിമുട്ട് വരില്ല. കാരണം ഇതിൻ്റെ ബേസും നിങ്ങൾ +1, +2 പഠിക്കുന്നതൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, കോൺസെപ്ച്വൽ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വെബ്സൈറ്റിലൂടെ ഒന്ന് പോവുക, ഈ കോഴ്സുകളെ കുറിച്ച് മനസ്സിലാക്കുക. ഏത് കോഴ്സാണോ നിങ്ങൾക്ക് ആപ്റ്റ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. താഴെ സ്ക്രോളായിട്ട് പോകുന്നുണ്ടാവും, ആ നമ്പറിൽ വിളിക്കുക ഒക്കെ ചെയ്യുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു കോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ കഴിവിനനുസരിച്ചും നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചുമുള്ള ഒരു കോഴ്സിൽ തന്നെ നിങ്ങൾ എത്തിപ്പെടട്ടെ.